ഭാരത് സീരീസ് ഭാരത് രജിസ്ട്രേഷൻ അത് കേന്ദ്ര സർക്കാർ 2021 ഒക്ടോബറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് കൂടാതെ ആർമി, മിലിറ്ററി, അത് എല്ലാം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, പിന്നെ 4 സ്റ്റേറ്റുകളിൽ കൂടുതൽ, 3 സ്റ്റേറ്റാണോ 3 ആണെന്ന് തോന്നുന്നു, പ്രൈവറ്റ് എംപ്ലോയീസ്, പ്രൈവറ്റ് കമ്പനികളിലെ എംപ്ലോയീസ് നമുക്ക് ജോലി ട്രാൻസ്ഫറിങ് ഭാഗമായിട്ട് രജിസ്ട്രേഷൻ മാറ്റേണ്ടതായിട്ട് വരുന്നു. ഇപ്പം ഞാനിപ്പം പൂനെയിലാണ്, ഇന്നിപ്പം മഹാരാഷ്ട്രയിലാണ്, നാളെ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബാംഗ്ലൂർ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അത് ഭയങ്കര പാടാണ്. 2 മാസം കഴിഞ്ഞ് ഞാൻ ചിലപ്പം രാജസ്ഥാനിലായിരിക്കും, അപ്പോൾ അവിടെ പോയി അവിടെയും രജിസ്ട്രേഷൻ എടുക്കണം. അത് ഒഴിവാക്കാനായിട്ട് ഭാരത് സീരീസ് 1 ഇന്ത്യ 1 ടാക്സ് പ്രൈവറ്റ് എംപ്ലോയീസും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 4 സ്റ്റേറ്റുകളിൽ കൂടുതലായിട്ടുള്ളവർ, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് കിട്ടുന്നുണ്ട്. നോർമലി നമ്മുടെ കേരളത്തിന് പ്രൈവറ്റ് എംപ്ലോയീസിന് കിട്ടുന്നുണ്ടോ? അത് കേരളത്തിൽ കിട്ടുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കേരളം അത് ഗവൺമെന്റ് ചെയ്യുമായിരിക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ മിനിസ്റ്റർ, ഇപ്പോഴത്തെ കറണ്ട് മിനിസ്റ്റർ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്.